പൊന്മുട താറാവിലെ പല ചെറിയ കഥാപാത്രങ്ങൾക്കും അയാൾക്കും അയാളുടെ ഒരു കഥയുണ്ടാവും. ആ കഥ നമുക്ക് ആ ക്യാരക്ടറിന്റെ ഇതിന്ന് പിടിച്ചെടുക്കാനും പറ്റും. ഇപ്പൊ അതില് ശങ്കരാടിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. ശങ്കരാടിയുടെ ക്യാരക്ടർ തലേ ദിവസം പകൽ സമയത്ത് ബാക്കിയുള്ളവർ ചീത്ത വിളിക്കുകയും വെറുതെ രാത്രി സമയത്ത് ആ പെൺകുട്ടിയുടെ സ്ത്രീയുടെ വീട്ടിൽ പോകുമ്പോ അവിടെ വെളിച്ചപ്പാട് ഇറങ്ങി വരികയും വെളിച്ചപ്പാട് ഉണ്ടായിരുന്നു നിങ്ങളെ കണ്ടിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറയുമ്പോൾ അതിപ്പം പറയാൻ എന്നാ വേണ്ട നാളെ പറയാന്ന് പറയുന്ന ഒരു അവസ്ഥയില. ഈ ക്യാരക്ടേഴ്സിന്റെ ഒരു ഡയമെൻഷനിലേക്ക് നമ്മള് പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ അപ്പോഴൊക്കെയാണ് അത് കിട്ടുക. അതിന് പോകാൻ പറ്റുന്ന ആർട്ടിസ്റ്റും കിട്ടണം. അപ്പൊ അതിൽ സത്യനെ എന്നെ സഹായിച്ച മുഴുവൻ അതിലെ മറ്റേ നടന്മാരാണ്. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അവരങ്ങ് ആയിക്കോളും. അത് വല്ലാത്തൊരു ചൈതന്യാണ്. ഉർവശിയുടെ ക്യാരക്ടറൊക്കെ അങ്ങനെയാ. ശരിക്കും അതില് പൊന്മുട താറാവിലെ തട്ടാൻ ശരിക്കും വില്ലനാണ്. ശരിക്കും അവളെ പറ്റിച്ച മുഴുവൻ തട്ടാനല്ലേ. ഉർവശിയുടെ സ്നേഹലതയുടെ കഥാപാത്രം ശരിക്കും പറയാൻ ഇന്നസെന്റ് ആണ്. അവനടുത്ത് കുറച്ച് സ്വർണം പറ്റിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ പറ്റിക്കുന്ന വിചാരിച്ചിട്ടില്ല അവൻ. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്ത്രീ തന്നെയാണ് ചോദിച്ചത് ആ കഥയില്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, അവരെന്നോട് ചോദിക്കുകയാണ് ആ കഥയിലെ ഈ പെൺകുട്ടിക്ക് ഉർവശിയുടെ സ്നേഹലതയ്ക്ക് പെട്ടെന്ന് മനസ്സ് മാറുകയും അവളുടെ വിവാഹം നടക്കേണ്ട സമയത്ത് പെട്ടെന്ന് അവൾക്ക് എന്തോ സങ്കടം വന്നിട്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ട് ഇവനെ തന്നെയാണ് തട്ടാനെ കല്യാണം കഴിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതല്ല ചോദ്യമാണ്. ചെയ്തിരുന്നെങ്കിൽ അവരുടെ ജീവിതം എന്തായിരിക്കും അവസാനം എന്ന് ചോദിച്ചത് ചോദ്യമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ തട്ടാനെ വല്ലാണ്ട് സ്നേഹിച്ചില്ലേന്ന്. ശരിയാണ് ആ സ്ത്രീ പറയാണ്. ആ സ്ത്രീ ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ അവർക്ക് മറ്റേ കല്യാണം കഴിച്ചപ്പോൾ ഈ സ്ത്രീക്ക് ഈ ക്യാരക്ടറിനോട് വല്ലാത്ത സ്നേഹം തോന്നി. ജീവിതവും സിനിമയും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ കണ്ടപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് അയ്യോ അങ്ങനെ കഴിച്ചില്ലല്ലോ എന്ന് ആദ്യം തോന്നി. പക്ഷെ പിന്നീട് ഈ തട്ടാൻ പറ്റിച്ചത് അറിയുമ്പം അയാൾക്കത് അങ്ങനെ തന്നെ വേണം എന്നുള്ള ഒരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഉർവശിയുടെ കഥാപാത്രത്തിനൊരു സ്ത്രീവിരുദ്ധത കാണാൻ കഴിയാതെ പോയതും. ഇതില് ഈസി ചോദിച്ചത് ഞാൻ പറഞ്ഞു, അങ്ങനെ ആയിരുന്നെങ്കിലും അവള് ഒരിക്കലും ഇത് അറിയാൻ പോകുന്നില്ല. അവള് എന്തെങ്കിലും വിധത്തില് ഈ മാല അവളുടേതായ രീതിയിൽ ഉരുക്കാൻ കൊടുക്കുമ്പോഴേ അറിയുള്ളത് ഇതിപ്പോ ചെമ്പാണെന്ന്. അതൊരിക്കലും സംഭവിക്കില്ല. കാരണം ഈ തട്ടാൻ ഒരിക്കലും സമ്മതിക്കില്ല. ആ കഥ അവൻ അങ്ങനെ മാറ്റും. പക്ഷെ ഞാൻ അത് രസിച്ചു പോയത് ഈ ചോദ്യകർത്താവിന് സിനിമയുടെ ആ ഇൻവോൾവ്മെന്റ് വല്ലാതെ അങ്ങ് വന്നു. അതിനൊരു ഭാഗമുണ്ട്, അത് KP ലളിതയുടെ അസാധ്യ പെർഫോമൻസ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പടം ഒന്നുകൂടെ കാണുമ്പോൾ നോക്കിയാൽ മതി. ഇത് അമ്മയും അച്ഛനും മകൾക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ഈ സ്വർണം പറ്റിച്ചെടുക്കുകയാണ്. 10 പവൻ അവൻ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് അവൻ കല്യാണം കഴിക്കുകയും അവനെക്കുറിച്ച് മാത്രം നാട്ടുകാർ മുഴുവൻ പറഞ്ഞ് ഇങ്ങനെ പൊന്തിക്കുകയും ചെയ്യുകയും ഇവനെ കാണുന്നിടത്തൊക്കെ വെച്ചിട്ട് തമാശയാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ അച്ഛനും അമ്മയും. അവസാനം ചെമ്പാന്ന് അറിഞ്ഞപ്പോഴേ വീട്ടിൽ വന്നിട്ട് അത് ചെമ്പാണ് കൊടുത്തതെന്ന് പറയുമ്പം ഈ അമ്മയുടെ ചോദ്യമുണ്ട്, ചെമ്പോ അതെങ്ങനെയാ ചെമ്പാവുന്നതെന്ന് ചോദിക്കുന്നത്. അവരുടെ ഒരു പരിഭ്രമത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. അത് ഇവര് കാണിച്ചിരിക്കുന്നത് പറ്റിക്കപ്പെട്ടു എന്ന് അപകടത്തിൽ പെട്ടു എന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ്. പറ്റിക്കപ്പെട്ടതോ അതിനോട് ദേഷ്യമൊന്നുമല്ല, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ സിനിമ മുമ്പില്, അമ്മയുടെ മുമ്പില്. വല്ലാത്തൊരു അവസ്ഥ, അതൊരു അവസ്ഥ തന്നെയാണ്. അത് KP ലളിത ചെയ്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് അത്. പടത്തില് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് സത്യനെടുത്ത അവസ്ഥ അതിമനോഹരമാണത്. അവരുടെ പെർഫോമൻസ് അതൊന്നും എളുപ്പമല്ല അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ഈ ജയറാമിന്റെ ക്യാരക്ടറിന്റെ കൃപാകടാക്ഷം കൊണ്ടാണ് അവരെല്ലാ ദുരന്തത്തും മാറിപ്പോകുന്നത്. പിന്നെ അതിലേറ്റവും വലിയൊരു സംഭവമാണ് ഹാജിയാരുടെ ഭാര്യ.
അവരെ കാണിക്കുന്ന അവരെ സീനും കാണിക്കുന്ന ഒരു സീനും അത് സത്യം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മനോഹരമായി. അതേപോലെ തന്നെ അടിപിടി രംഗം വരുന്നിടത്ത് അവിടെ ശരിക്കും തെറിവിളി നടക്കുന്നുണ്ട്. അതെ, പക്ഷെ അത് പ്രേക്ഷകർ കേൾക്കുന്നില്ല. പറ്റും ഒരൊറ്റ ചെവിപ്പൊത്തലിലൂടെയാണ് ജഗതിയുടെ ഒരു എനിക്കും ഇഷ്ടമല്ല കാണിക്കാൻ. നമ്മള് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അവരവിടെ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് പോലും അറിയില്ല. പക്ഷെ ഞാനും അത് അങ്ങ് എഴുതി കഴിഞ്ഞാൽ എനിക്ക് അത് വേറെ നിവൃത്തിയില്ല. അത് രസമാണത്. അതതിന്റെ നല്ല ഹ്യൂമറുണ്ട്. കൃഷ്ണുടിക്കാരെ വീഴ്ച, അയാളുടെ അച്ഛന്റെ സ്നേഹം, മകനായിട്ടുള്ള ബന്ധം, രസം, ഇതൊക്കെ ഒരിക്കലേ സാധിക്കുള്ളൂ. പൊന്മുണ്ട താറാവ് പോലെ ഒരു തിരക്കഥ ഒരിക്കലേ പറ്റുള്ളൂ. അതുപോലത്തെ വേറെ ഒന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എന്നോട് പലരും ചോദിക്കാം, ചില ആൾക്കാരൊക്കെ വന്ന് ചോദിക്കും അതുപോലത്തെ ഒരു സാധിക്കില്ല. ഇല്ല, ഒരു 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 പുഷ്പം അത്രേ ഉള്ളൂ. ആ ചെടിയിൽ ഒരു പുഷ്പേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെ അതേ സാധിക്കുള്ളൂ. ഒരു സിനിമ പോലെ, ഒരു തിരക്കഥ പോലെ വേറെ തിരക്കഥ എഴുതാൻ പറ്റില്ല. അപ്പൊ അതില് ഈ പറഞ്ഞ സീൻ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു പ്രതീക്ഷിച്ചിരുന്നോ എഴുതുന്ന സമയത്ത്? എഴുതുന്ന സമയത്ത് നമുക്ക് അറിയില്ല. ഞാൻ ഒരിക്കലും അതിന്റെ റിസൾട്ട് ചിന്തിക്കാറില്ല. ആയിക്കഴിഞ്ഞു, വിശപ്പ് മാറുമോ, മനസ്സിന്റെ ഇത് വിശപ്പ് മാറിയിട്ടും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ അനുഗ്രഹമായിട്ട് എടുക്കാനേ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈവൺ ഈ പടം റിലീസാകുമ്പോഴും ഞങ്ങൾ വളരെ തുറന്ന് പറയാം, ഞാൻ ഇതിന്റെ കമേഴ്ഷ്യൽ സക്സസ് ഒന്നും ആലോചിക്കാറില്ല. വാസ്തു നമുക്ക് അറിയില്ലല്ലോ. പരീക്ഷ എഴുതുന്ന പോലെയല്ലേ, പഠിക്കുന്നു, പഠിച്ച കാലം ചോദ്യം വരുമോ എന്നറിയില്ല, അത് കഴിഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഉത്തരം ശരിയാണോ എന്നറിയില്ല. അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. എഴുതുമ്പോഴേ ഇത് പ്രേക്ഷകൻ കാണുന്ന ഒരു അവസ്ഥ എൻ്റെ മനസ്സിൽ വരാറേ ഇല്ല, ഇന്നുവരെ വന്നിട്ടില്ല. ഇപ്പോഴും എഴുതുന്ന സാധനങ്ങൾക്കോ അല്ലെങ്കിൽ വായിക്കുന്ന കഥകൾ എഴുതി കഴിഞ്ഞാൽ അത് വായിക്കുന്നവൻ്റെ മനസ്സത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റും ഒന്നും എഴുതി വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ലൈഫിലെ വലിയൊരു അത്ഭുതമായിരുന്നു. ഈ എന്താ പറയുക, സിങ്കാവല്ല, എന്തോ ഒരു എവിടെയൊക്കെയാണെന്നുള്ളത് അത്ഭുതമായിരുന്നു. നീ രഘു ഒന്നും പക്ഷേ വേണ്ട, രഘു ചെയ്തോ, ഞാൻ ഷൂട്ട് ചെയ്തോളാം. ഒരു സ്ഥലത്ത് അവിടെ സത്യനോട് സജസ്റ്റ് ചെയ്താണ്. അതിൽ ഈവൻ ജയറാമിൻ്റെ കഥാപാത്രം ലളിതൻകുട്ടി സ്നേഹലതല്ല, എന്താണ്, ആനന്ദവല്ലിയോട് പറയുന്നുണ്ട്, എനിക്ക് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മലയാളി പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കൂ, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പം അവളുടെ മറുപടി, ഞാൻ എപ്പോഴും പറയും എന്ത് ചോദിച്ചാലും കടവുൾ എനിക്ക് തരും. തമിഴിലാണ് പറയുന്നത്. ഇപ്പവും കടവുൾ എൻ കൂടെ ഇருக்கு, കാരണം ഞാനൊരു മലയാളി. എന്ന് പറഞ്ഞിട്ട് അവള് എഴുന്നേറ്റ് ഓടുകയും ഇവൻ അന്തം വിട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് സത്യം എന്നോട് പറഞ്ഞു, ഇവിടെ നമുക്കൊരു പാട്ടാവാം. ഞാൻ റെഡി എന്ന് പറഞ്ഞു. അവിടെ അടുത്ത സീനിലേക്ക് കിടക്കുക, പാട്ടാവാം. ആ പാട്ടാണ് തങ്കത്തോണി തെന്മലയോരം കണ്ടത്. സത്യം ത്രില്ലടിച്ചാ പറഞ്ഞത്, ഇവിടെ നമുക്കൊരു പാട്ടാവാം. ശരി, ജോൺസൺ മാഷ് അല്ലേ, ജോൺസന്റെ പാട്ട്. എന്തൊരു പാട്ടായിരുന്നത്. ഇപ്പോഴും നല്ല മ്യൂസിക് അല്ലേ ജോൺസന്റെ. അതെ അതെ, കുറെ എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകളിൽ ജോൺസൺ മാഷ് വന്നിട്ടുണ്ട് അല്ലേ, ഇഷ്ടംപോലെ. സത്യന്റെ ഒരുവിധം പടങ്ങളെല്ലാം ജോൺസൺ തന്നെ. പൊന്മുട്ടയിരുന്ന താറാവും മാഷ് ജോൺസൺ മാഷ് എല്ലാം. ഈവൺ അതുപോലെ എനിക്ക് മധുസൂദനൻ നായർ പാട്ട് എഴുതിയ പാടാണ് എന്ന് സന്താന ഗോപാൽ. എന്താ വരികള്, സാധാരണ വരി. മധുസൂദനൻ നായരുടെ കൂടെ ഒക്കെ ഒരു പാട്ടൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഭാഗ്യല്ലേ. അതുപോലെ ഭാസ്കരൻ മാഷ് എഴുതിയ കുന്നിമണി ചെപ്പ് തുറന്ന് ONV ആണ്. ഭാസ്കരൻ മാഷ് എനിക്ക് മുമ്പ് നസീമയിലായിരുന്നു ഭാസ്കരൻ മാഷ് എഴുതിയ. ഭാസ്കരൻ മാഷൊക്കെ പാട്ടൊക്കെ ഞാൻ മൂഡ് പറഞ്ഞു കൊടുക്കും, സിറ്റുവേഷൻ പറയും, ഇങ്ങനെയാണെന്ന് പറയും, ക്യാരക്ടറിൻ്റെ ഇതും പറയും. ഒറ്റ എഴുത്താണ്, മിഴിച്ചിരുന്നിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ പരിചയപ്പെട്ട ചെറിയ 2-3 കുട്ടികള് സത്യന്റെ മക്കളിലെ ഒരാളാണ് എൻ്റെ ഡയറക്ടർ. അപ്പൊ അതൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്.